എൽഡിഎഫ് സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ കർഷക സംഘടനകൾ വോട്ടിലൂടെ മറുപടി നൽകാൻ കേരള കർഷക സംരക്ഷണ അസോസിയേഷന്റെ ജില്ലാ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. എൽഡിഎഫ് സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ കർഷക സംഘടനകൾ സംയുക്തമായി പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തും. പാലക്കാട് ജില്ലയിൽ വിവിധ കർഷക സംഘടനകൾ പങ്കെടുത്തു. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്ന കാര്യം യോഗം ചർച്ച ചെയ്തു. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കർഷകരുടെ ഭൂമിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരം മുറിക്കുന്നതും അജണ്ട കിട്ടുന്നതും എന്ത് വില കൊടുത്തും തടയുവാൻ യോഗം തീരുമാനിച്ചു. ജോയിന്റ് വെരിഫിക്കേഷന്റെ കാലതാമസം ഒഴിവാക്കി കിട്ടുന്നതിനു വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചു. കർഷകരോടും കർഷക സംഘടനകളോടും ദയ കാണിക്കാത്ത ഈ സർക്കാരിനെ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുവാൻ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും പോസ്റ്ററുകളും നോട്ടീസുകളും ജില്ലയുടെ പല ഭാഗത്തും പ്രചരിപ്പിക്കുവാൻ കർഷക സംഘടനകൾ ഊർജിതമായി പ്രവർത്തിക്കണമെന്ന് കർഷക സംരക്ഷണ സമിതിയുടെ ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റൈമണ്ട് ആന്റണി ആവശ്യപ്പെട്ടു. നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയ കിസാൻ മഹാസംഘ് അവരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷക മുന്നേറ്റം അവരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ കർഷക സമാജം അവരും ഈ വോട്ട് ബഹിഷ്കരണത്തിനെതിരെ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പല ആവശ്യങ്ങൾ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഗവൺമെന്റിന് മുമ്പേ നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 93 വരെ കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്ന ഭൂമി കേന്ദ്ര ഗവൺമെന്റ് പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാക്കിയിട്ടുണ്ട്. ഇത് നടപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഈ കോപ്പ് വന്നിരിക്കുന്നത്. പോയ വർഷം ഡിസംബർ മാസം ഇത് ഈ 4 വരെയായിട്ടും ഈ ഗവൺമെന്റ് നടപ്പാക്കി തന്നിട്ടില്ല. അപ്പോൾ ഇലക്ഷൻ വരും, മാറി മാറി ഭരണം മാറി മാറി പോകും. റവന്യൂ മന്ത്രി മാറും, ഫോറസ്റ്റ് മന്ത്രി മാറും. എന്നാൽ കർഷകന്റെ ആവലാതിക്ക് യാതൊരു കാരണവശാലും മാറ്റങ്ങളില്ല. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഭൂമിയുടെ പ്രശ്നം പരിഹരിച്ചു തരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റാണ് നമുക്കിവിടെ വരേണ്ടത്. ഇവിടെ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും പട്ടായുണ്ട്, ഭൂമിയുണ്ട്, എന്നാൽ ഭൂമിയിലേക്ക് പ്രവേശിക്കാം. വിവിധ കർഷക സംഘടനകളുടെ ഭാരവാഹികളായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് പ്രസിഡന്റ് ഹരിദാസ് കല്ലടിക്കോട്, പാലക്കാട് ജില്ലാ കർഷക മുന്നേറ്റം സെക്രട്ടറി സജീഷ് കുത്തന്നൂർ, മുതലമട മാംഗോ ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി അറുമുഖൻ പത്തിച്ചിറ, അട്ടപ്പാടി ആദിവാസി മൂപ്പൻ പഴനി, കർഷക സംരക്ഷണ അസോസിയേഷൻ ചെയർമാൻ NK ശിവരാമൻ, മലയോര കർഷക സംഘടനയുടെ പ്രസിഡന്റ് ബാവ മുഹമ്മദ് അലി, ജയപ്രകാശ് പി, ജോജോ ജോർജ്, ജഗജീവൻ എന്നിവർ പ്രസംഗിച്ചു. മലയോര കർഷക സംഘടനയുടെ 2026-27 പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബാവ മുഹമ്മദ് അലിയെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി റൈമണ്ട് ആന്റണിയെയും തിരഞ്ഞെടുത്തു.